ഡോക്ടർ ജോൺ ജേക്കബ്, അഗാപ്പെ മെൻ്റൽ ഹെൽത്ത് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനും ഡയറക്ടറും തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ ഫാമിലി കൗൺസിലറും തെറാപ്പിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായിരിക്കുന്ന ഡോക്ടർ ജോൺ ജേക്കബിനെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. റിയൽ ടോക്സിൽ നമ്മൾ ഫാമിലീസിനെ പറ്റി, കുടുംബ ബന്ധങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ ആവശ്യകതയെപ്പറ്റി ഡോക്ടർ ജോൺ ജേക്കബ് നമ്മളോട് സംസാരിക്കും. ഡോക്ടർ, വിവാഹത്തിന് മുമ്പ് ആളുകൾ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനെ പറ്റി പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ അത് പല സ്ഥലങ്ങളിലും അത് നിർബന്ധമായി വരുന്നു, അത് ആവശ്യമായി വരുന്നു. എന്താണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? പൊതുവേ നമ്മുടെ ഇടയിൽ നടക്കുന്നത് പ്രീ മാരിറ്റൽ പ്രിപ്പറേഷനാണ്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് വളരെ റെയറായിട്ടേ നടക്കാറുള്ളൂ. ഓക്കെ. ഈ ഗ്രൂപ്പായിട്ട് നടത്തുന്നത് പ്രീ മാരിറ്റൽ പ്രിപ്പറേഷനാണ്. ആ പ്രിപ്പറേഷനും ആണ് കൗൺസിലിങ്ങിലേക്ക് നയിക്കേണ്ടത്. പ്രീ മാരിറ്റൽ പ്രിപ്പറേഷൻ ക്ലാസ്സിൽ ഒരാൾ പങ്കെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും, ഞങ്ങൾ കപ്പിൾസ് എന്നുള്ളതിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ, വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ വരുത്തേണ്ട വ്യതിയാനങ്ങളെക്കുറിച്ച് തിരിച്ചറിവുണ്ടാക്കി അത് മെച്ചപ്പെടുത്താനാണ് ഒരു കൗൺസിലിങ്ങിന് പോകുന്നത്. ഓക്കെ. ഡോക്ടർ പറഞ്ഞു പ്രീ മാരിറ്റൽ പ്രിപ്പറേഷനെ പറ്റി പറഞ്ഞു. അപ്പോൾ അത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ, ആൺകുട്ടികൾ അവർ ഒരുമിച്ച് അവർക്ക് കൊടുക്കുന്ന ഒരു ക്ലാസ് ആണോ അതോ പ്രിപ്പറേഷൻ? അതെ, അത് ഒരു 18-20 വയസ്സ് തൊട്ടേ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങണം. നമുക്കറിയാം, ലോകത്തിലുള്ള എല്ലാ ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് മുമ്പേ ഒരുക്കം ആവശ്യമുണ്ട്. ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചുമതലയാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുക. ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ, ഭാര്യ എന്നുള്ള നിലയിൽ, അപ്പൻ എന്നുള്ള നിലയിൽ, അമ്മ എന്നുള്ള നിലയിൽ, പേരൻസ് എന്നുള്ള നിലയിൽ ഒക്കെ ധാരാളം റോളുകൾ ഏറ്റെടുക്കുക. ആ റോളുകളിൽ എങ്ങനെയാണ് ആരോഗ്യകരമായ ബന്ധങ്ങൾ പുലർത്താനും അത് നിലനിർത്തുന്നതിനും അവരെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയുന്നതിനും ഒക്കെ തീർച്ചയായിട്ടും ഒരു ഒരുക്കം ആവശ്യമുണ്ട്. ആ ഒരുക്കം ചെയ്യുമ്പോഴാണ് വ്യക്തിപരമായ കറക്ഷൻസ് ആവശ്യമുള്ള. ഉദാഹരണം, ഒരാൾക്ക് അമിതമായ ദേഷ്യവും, കാരണം രണ്ടുപേരും രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ വളർത്തപ്പെട്ട ദേഷ്യം തനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആശയവിനിമയം ചെയ്യുന്നതിനൊരു അപാകതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടായ പലപ്പോഴും ബന്ധങ്ങളിൽ മുറിഞ്ഞു പോകുന്ന സ്വഭാവമുണ്ട്. വിവാഹത്തിന് മുമ്പേയുള്ള ഇപ്പം സ്വന്തം മാതാപിതാക്കളുമായിട്ട്, സഹോദരങ്ങളുമായിട്ടൊക്കെ ഒരു പ്രശ്നമുണ്ടായാൽ പരിഹരിക്കാത്തത് ആ ബന്ധം മുറിഞ്ഞു പോകുന്ന ഒരു നിലയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഭാവിയിലും ഇതുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് വളരെ ആഴത്തുള്ള കറക്ഷൻ ആവശ്യമുണ്ട്. എന്തുകൊണ്ട് അവരങ്ങനെ പെരുമാറുന്നു എന്നറിയാം. അപ്പോൾ അവിടെയാണ് ഒരു കൗൺസിലിംഗ് ആസ്പെക്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരുക്കം സത്യത്തിൽ ഒരാളെ കൗൺസിലിങ്ങിലേക്ക് നയിക്കണം. അപ്പോൾ ഒരുക്കത്തിലാണ് എന്തൊക്കെയാണ് ചുമതലകളെന്നും ലക്ഷ്യങ്ങളെന്നും വിവാഹത്തിന് ആവശ്യമുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നും അതിനുവേണ്ടി വ്യക്തിത്വത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്നും ഒക്കെ അവരെ ഒരുക്കുന്നതാണ് വിവാഹപൂർവ്വ ഒരുക്കങ്ങൾ. അത്തരം ഒരുക്കത്തിൽ പങ്കെടുക്കുമ്പോഴാണ് വ്യക്തിപരമായി ഞങ്ങൾക്ക് വേണ്ട മാറ്റങ്ങളെക്കുറിച്ചും, അല്ലെങ്കിൽ കപ്പിളായിട്ട് ഞങ്ങളുടെ ബന്ധത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും തിരിച്ചറിഞ്ഞ് അത് കറക്റ്റ് ചെയ്യാനാണ് അവർ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് പോകേണ്ടത്. ഓക്കെ. ഈ ഒരുക്കങ്ങൾ ആവശ്യമാണെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിലെ ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. വിവാഹത്തിന് മുമ്പേ ഭാര്യയ്ക്ക് ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ ഭർത്താവിന് ദേഷ്യമുണ്ട് എന്ന് പൊതുവിൽ പറയുമ്പോൾ പലരും മടിക്കാറുണ്ടല്ലോ. അപ്പം അങ്ങനെ മറച്ചു വെച്ച് വീണ്ടും ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. ഉദാഹരണമായിട്ട് മറ്റൊരാളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കലല്ലേ വിവാഹം. അപ്പം ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാളെ ഒരു ക്ലാസ് കേട്ടതുകൊണ്ടോ ഓറിയൻറ്റേഷൻ കിട്ടിയതുകൊണ്ടോ ഉത്തരവാദിത്തമുള്ള ഒരാളായിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള കറക്ഷൻസ് ആവശ്യമുണ്ട്. അതിനാണ് കൗൺസിലിങ്ങിന് പോകുന്നത്. ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോഴാണ് എനിക്ക് എന്തൊക്കെയാണോ മാറ്റം വരുത്തേണ്ടതെന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത്. ഓക്കെ. നമ്മുടെ പ്രായമുള്ള പേരൻസ് പറയാറുണ്ട്, ഞങ്ങളാരും പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനോ ഇങ്ങനെയുള്ള കൗൺസിലിംഗ് ഗ്രൂപ്പ് ഒന്നും പോയിട്ടില്ല, ഞങ്ങളുടെ ജീവിതമൊക്കെ ഓക്കെ ആയിരുന്നു, നിങ്ങൾക്ക് എന്തിനാ എന്നുള്ളൊരു ചിന്താഗതി പൊതുവേ ഉണ്ടല്ലോ. പക്ഷേ ഇന്നത്തെ സാഹചര്യങ്ങൾ മാറി, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാറി. അപ്പോൾ അതുകൊണ്ട് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനെ പറ്റി ആളുകളുടെ പൊതുവായിട്ടുള്ള ധാരണയ്ക്ക് വ്യത്യാസം വരേണ്ടത് ആവശ്യമല്ലേ? അതെ, വിവാഹം പണ്ടൊക്കെ കുറച്ചുകൂടെ പരിചയമുള്ള, സമാന സ്വഭാവമുള്ളവരും സമാന ബാക്ക്ഗ്രൗണ്ടുള്ളവരും തമ്മിലാണ് കല്യാണം. അപ്പോൾ പൊതുവേ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഈ സൊസൈറ്റി, രണ്ട് കുടുംബങ്ങൾ വിശ്വാസത്തിലും കാഴ്ചപ്പാടിലും സാമൂഹ്യ വ്യവസ്ഥയിലുമൊക്കെ ഏകദേശം സാമ്യമുള്ള രണ്ട് പേര് തമ്മിലാണ് വിവാഹം. തന്നെയല്ല, വളരെ അടുത്തുള്ളവർ തമ്മിലൊക്കെയായിരുന്നു വിവാഹം. ഇന്നിപ്പോൾ വിവാഹം വളരെ കോംപ്ലക്സായി, വളരെ ദൂരെ
ജീവിക്കുന്നവർ തമ്മിൽ, വളരെ വ്യത്യസ്തമായ പേഴ്സണാലിറ്റി തമ്മിലുള്ളവർ, വ്യത്യസ്തമായ കൾച്ചറിലും സാഹചര്യങ്ങളും വളർന്നവർ തമ്മിലും ഒക്കെ ആയി. തന്നെയല്ല വിവാഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും വളരെ കൂടി. 50 വർഷം മുമ്പേ ഒരാൾ ഒരു ഭാര്യയെ ബേസിക്കായിട്ട് പോറ്റണം, ഒരു ഭാര്യ വീടൊക്കെ നോക്കാൻ പ്രാപ്തയാണ്, ഇത്രയൊക്കെ ഉള്ളായിരുന്നു പ്രതീക്ഷ. ഇന്ന് അതൊന്നും അല്ലല്ലോ. ഒരു പെൺകുട്ടിയെക്കുറിച്ചും ആൺകുട്ടിയെക്കുറിച്ചുള്ള പ്രതീക്ഷ വളരെ വലിയ വ്യത്യസ്തമായ പ്രതീക്ഷയാണ്. അവരുടെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച്, തൊഴിലിനെക്കുറിച്ച്, മാത്രമല്ല വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഏറെ കൂടിയിട്ടുണ്ട്. അതെ. ഇപ്പോൾ ഒരു സ്നേഹം കിട്ടുന്നില്ല. അപ്പോൾ 50 വർഷം മുമ്പേ സ്നേഹിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാലും പിരിയാറില്ല, ഇല്ല. ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാണ് പിരിയാറ്. ഇപ്പം സ്നേഹിക്കാൻ അറിയത്തില്ലെങ്കിൽ, ആശയവിനിമയം ചെയ്യാൻ അറിയത്തില്ല, അടുപ്പമില്ലെങ്കിൽ, സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ ഒക്കെ ആളുകൾ അസംതൃപ്തരാകി അത് വലിയ പ്രശ്നമായി മാറുകയും ചെയ്യുന്നൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ ചോദ്യം ഒത്തിരി ലോങ് ഒരു ആൻസർ ആയിരിക്കാം, 3 ദിവസമൊക്കെ ആയിരിക്കാം പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് വേണ്ടി ആളുകൾ തിരഞ്ഞെടുക്കുന്നത്. പൊതുവെ എനിക്ക് ഡോക്ടർ അതിന് മറുപടി പറയുമായിരിക്കും. ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ആളുകൾ തമ്മിൽ സംസാരിക്കുന്നതും അവരുടെ ആവശ്യങ്ങൾ പറ്റി പറയുന്നതും ഒക്കെ? അവർ ഒന്ന് ബേസിക്കായുള്ള ഒരു സൈക്കോ എഡ്യൂക്കേഷൻ അവിടെ ഉണ്ട്. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകൾ എങ്ങനെയാണ് ആരോഗ്യകരമായി പരിഹരിക്കുന്നത്, മണി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, പേരൻ്റൽ റോളുകൾ എന്താണ്, ഇൻലോസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റും, പിന്നെ ഇവരുടെ വ്യക്തിത്വത്തിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും എങ്ങനെയൊക്കെ അത് സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. ആണും പെണ്ണും എന്നുള്ള നിലയിൽ രണ്ടുപേർക്കുള്ള വ്യത്യാസങ്ങൾ, ഒരാണിന് എങ്ങനെയാണ് ഒരു സ്ത്രീയെ മാനേജ് ചെയ്യുന്നത്, സ്ത്രീ എങ്ങനെ ഒരു പുരുഷനെ മാനേജ് ചെയ്യുന്നത്, അവരുടെ ഒരു മേക്കപ്പിലും നേച്ചറിലും ഒക്കെ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ ആ വ്യത്യസ്തം മനസ്സിലാക്കി അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകാൻ രണ്ടുപേരും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പം മുൻകൂട്ടി ചില പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ, പരിഹരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകളാണ് ഈ ഒരു കൗൺസിലിംഗ് സെഷനുകൾ അവരേറ്റെടുക്കുന്നത്. തീർച്ചയായിട്ടും. ഈ സമയത്ത് ദമ്പതികളാകുമ്പോൾ, പ്രത്യേകിച്ച് അവർ 2 പേരും ഓരോ വീട്ടിലെ മകനോ മകളോ ആയിരുന്നു, അവരൊരു ദമ്പതികളാകുമ്പോൾ കുടുംബ ബന്ധത്തിലേക്ക് വരുമ്പോൾ അവരുടെ റോൾ ചേഞ്ചസ് വരുന്നു. അപ്പോൾ എന്താണ് ആ സമയത്ത് അവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള പുതിയ ഉത്തരവാദിത്വങ്ങൾ? വിവാഹം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വെൽഫെയറിൻ്റെയും വെൽബീയിങ്ങിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഭാര്യ ഭർത്താവിൻ്റെയും, ഭർത്താവ് ഭാര്യയുടെയും ഒരു ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് അവരുടെ ഫിസിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യുകയല്ല, അവരെ വെൽഫെയർ നോക്കുക എന്ന് പറയുന്നത്, വെൽബീയിങ് നോക്കുക എന്ന് പറയുന്നതും അതിനേക്കാളൊക്കെ ഉയർന്ന ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം മറ്റൊരാളെ സംതൃപ്തമായി കൊണ്ടു നടക്കണമെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചാലേ മതിയാവും. സോ ഈ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങുകൾ കൊണ്ട് പലർക്കും പ്രയോജനങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട്, പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് പോയിട്ടും പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ പൊതുവെ മനുഷ്യന് പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് വന്നുകൊണ്ട്, അപ്പം ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അവരുടെ മനസ്സിൽ? മുമ്പേ ഡോക്ടർ പറഞ്ഞുള്ള എക്സ്പെക്റ്റേഷൻസിനെ പറ്റി പറഞ്ഞു, കുടുംബ ബന്ധങ്ങളെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻസ് കൂടി, ഭാര്യയെപ്പറ്റി ഭർത്താവിനെ പറ്റി. ആ ഒരു വ്യത്യാസം, ആ ഷിഫ്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അതിന് ഈ സമയത്ത് ഉണ്ടാകേണ്ട കാര്യം, അതിനെപ്പറ്റി ഒന്ന് പറയാം. ഈ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും ഇപ്പോൾ നടക്കുന്നത് പ്രീമാരിറ്റൽ പ്രിപ്പറേഷൻ. അതിനെയാണ് ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പായിട്ട് 10-25 പേര് വിവാഹത്തിന് തൊട്ട് മുമ്പ് അവർ കടന്നു പോകുന്ന ഒരു ട്രെയിനിങ്ങിനെയാണ് സാധാരണ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സത്യത്തിൽ അത് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് അല്ല, പ്രീമാരിറ്റൽ പ്രിപ്പറേഷനാണ്. ഓക്കെ. ആ വിവാഹത്തിന് 2 ആഴ്ച മുമ്പേ അവർ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് 2 ആഴ്ച കൊണ്ട് അവരുടെ വ്യക്തിത്വത്തിൽ കാതലായ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് പോകുന്നവർ വളരെ വളരെ കുറവാണ്. ഓക്കെ. ഈ പ്രീമാരിറ്റൽ പ്രിപ്പറേഷൻ അറ്റൻഡ് ചെയ്യുന്നതിൽ വളരെ ചുരുക്കം പേര് മാത്രമേ കൗൺസിലിങ്ങിന് പോകാറുള്ളൂ. അവിടെ 20 പേര് 3 ദിവസം വെക്കുമ്പോൾ 1-2 സെഷൻസ് അതുവാ ചെയ്താൽ പോലും തീർച്ചയായിട്ടും ഇവരുടെ ഇതുപോലെ ആഴത്തിലുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ ആ ചെറിയ കാലഘട്ടം കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് 20 വയസ്സ് തൊട്ട് തന്നെ ആളുകൾ പ്രീമാരിറ്റൽ പ്രിപ്പറേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. അതിന് പല സ്റ്റേജസ് ഓഫ് പ്രിപ്പറേഷൻ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴാണ് തങ്ങളുടെ വ്യക്തിത്വത്തിൽ വ്യക്തിപരമായി ഇൻഡിവിജ്വലായിട്ടും വേണ്ട ഹെൽപ്പുകൾ തിരിച്ചറിയുന്നത്. അത് തിരിച്ചറിയ ഉദാഹരണമാണ്, ഒരു വിവാഹ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ തൻ്റെ പങ്കാളി എങ്ങനെ സെലക്ട് ചെയ്യും. നമ്മളിപ്പം ഞാൻ ഒത്തിരിയും കപ്പിൾസ് എനിക്ക് വരാറുണ്ട് ഈ പൂർവ്വ കൗൺസിലിംഗ്. അവരോട് നീ എന്താ ഇയാളെ സെലക്ട് ചെയ്യാൻ കാരണം, നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിച്ചത് എന്ന് എന്താ സംസാരിക്കേണ്ടതെന്നും ചോദിക്കേണ്ടതെന്ന് പോലും തിരിച്ചറിവുള്ളവർ വളരെ കുറവാണ്. അവർ പോയി പേരെന്തുവാ, പഠിച്ചത് എവിടെ,
വീട്ടിലാരൊക്കെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി ഒരാൾ പേഴ്സണൽ ഇൻ്റർവ്യൂവിന് പോകേണ്ട കാര്യമില്ല. പേഴ്സണൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എൻ്റെ പങ്കാളിയാണോ ഈ ആൾ എന്ന് തിരിച്ചറിയണമെങ്കിൽ അവർക്ക് തന്നെ ഒരു പക്വതയും വ്യക്തിത്വവും വേണം. എൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ടെങ്കിൽ എൻ്റെ പങ്കാളി ആരാന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പക്വത വിവാഹത്തിനുള്ള ഒരുക്കത്തിൽ അത്യാവശ്യം. ഞാനാരാ, എൻ്റെ ലക്ഷ്യം എന്തോ, എൻ്റെ മൂല്യങ്ങൾ എന്തോ, എൻ്റെ പ്രത്യേകതകൾ എന്താ, എൻ്റെ വീക്ക്നെസ് എന്തോ, ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ എനിക്ക് ചേരുന്നൊരു പങ്കാളിയെക്കുറിച്ചൊരു ധാരണ നമ്മുടെ മനസ്സിൽ തക്ക തുണ എന്ന് ആ കമ്പാനിയൻഷിപ്പും കമ്പാറ്റബിലിറ്റിയും തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ എന്തോ പറ്റൂ, ഒരാളെ കൊണ്ട് അർത്ഥവത്തായ ഒരു ചർച്ചയ്ക്ക് പോകാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ടുള്ള ഇപ്പം കോംപ്രമൈസ് ചെയ്യാൻ വയ്യാത്ത കാര്യമുണ്ട്. ഇന്ന് രാവിലെ ഒരു മാരേജ് ഇന്നലെ തിങ്കളാഴ്ച ഡിവോഴ്സ് ചെയ്തൊരു ഭർത്താവിനെ എൻ്റെ അടുക്ക ഡി അഡിക്ഷൻ വന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അവർ തമ്മിൽ സത്യത്തിൽ ഇന്നലെയും മിണ്ടി, ഒരാഴ്ചയായി പിരിഞ്ഞിട്ട് ഇന്ന് രാവിലെ വൈഫാണ് പ്രേരിപ്പിച്ച് ചികിത്സയ്ക്ക് വിട്ടത്, ഫാസ്റ്റ് വൈഫ്. അപ്പോൾ അത്രയ്ക്കുള്ള, അപ്പോൾ അവർ തമ്മിൽ ആ സ്നേഹം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മദ്യപാനം ഒട്ടും തന്നെ സഹിക്കത്തില്ല. അപ്പോൾ അദ്ദേഹം വിവാഹത്തിന് മുമ്പ് തന്നെ പറഞ്ഞ് ഞാൻ മദ്യപിക്കുന്ന ആളാണ്. വൈഫിനുള്ള പ്രോമിസിൽ 1 വർഷം തൊടാതിരുന്നു. പക്ഷെ വീണ്ടും അദ്ദേഹം തുടങ്ങി. കാരണം എനിക്ക് മദ്യപാനം വേണ്ട എന്നുള്ള ധാരണ അയക്കില്ലായിരുന്നു, വൈഫിന് വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ അവിടെ സത്യത്തിൽ എനിക്ക് മദ്യപിക്കാത്ത ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ മദ്യപിക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് നോന്ന് പറയേണ്ടതാണ്. ഇതുകൊണ്ട് 5 വർഷവും പോയി ഒരു ഡിവോഴ്സിലേക്ക് നയിക്കപ്പെട്ടു. കാരണം എനിക്കൊരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല മദ്യപാനമെങ്കിൽ എനിക്ക് മദ്യപിക്കുന്ന ഒരാളെ വേണ്ടെന്ന് അപ്പോൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ കണ്ണടയ്ക്കരുത്. കാരണം എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ വയ്യാത്ത കാര്യമാണ്. ആ കോംപ്രമൈസ് ചെയ്യാൻ വയ്യാത്ത കാര്യത്തിന് അവസാനം എന്ത് ചെയ്തു, പ്രശ്നത്തിലായി. മറ്റേ ഈ ആഴ്ച തന്നെ വേറൊരു കപ്പിൾ വന്നു. അവരുടെ പ്രശ്നം അവർക്ക് ഫാമിലിയുമായിട്ട് ഒത്തുപോകണം, എൻ്റെ അപ്പനെയും അമ്മയും നോക്കണം. ഭാര്യയ്ക്ക് അതിന് താല്പര്യമില്ല. ഞാൻ കുടുംബത്താൽ താമസിക്കുന്ന എൻ്റെ അപ്പനെയും അമ്മയും നോക്കാൻ നിനക്ക് വില്ലിങ് ആണോ എന്ന് വിവാഹത്തിന് മുമ്പേ കൃത്യമായി ചോദിച്ചിരുന്ന എനിക്കതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ആ വിവാഹം കൺസിഡർ ചെയ്യേണ്ട രണ്ടുപേരും. ഇത് വിവാഹം കഴിച്ചിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് 2 വർഷം കോടതിയിലും കയറി ഇറങ്ങി 2-3 ലക്ഷം രൂപയും മുടക്കിയിട്ട് അവസാനം സെപ്പറേഷനും ആകും. ഇതിനിടയ്ക്ക് ഒരു കുട്ടി ഉണ്ടായെങ്കിൽ അത് അനാഥവുമാകും. അപ്പോൾ ഇത്തരം കോംപ്രമൈസ് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്യണം. ഇതൊന്നും പലരും ഇത്തരം കാര്യങ്ങൾ ജോലിക്ക് വിടത്താത്ത ഭർത്താക്കന്മാരുണ്ട്. ഭാര്യ വളരെ പഠിച്ചിട്ട് ജോലിക്ക് പോകാൻ ഇങ്ങനെ വളരെ തിരക്കിലിരിക്കുക, ആളുടെ കല്യാണം കഴിച്ചിട്ട് ഞാൻ തന്നെ വിടത്തില്ലെന്ന് പറയുമ്പോൾ ആളുകൾ ഭയങ്കര ഫ്രസ്ട്രേഷനിലേക്ക് പോകും. ഇന്നത്തെ കാലത്ത് അത് സഹിച്ച് നിൽക്കത്തില്ല, വേണമെങ്കിൽ വിവാഹം പോലും ഇങ്ങനെ പോവുകയാണ്. അപ്പം ഇതൊക്കെ വളരെ പർട്ടിക്കുലറായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വിവാഹത്തിന് മുമ്പേ ചർച്ച ചെയ്തൊരു ധാരണ ഉണ്ടാവണം. എനിക്കൊന്നു ഡോക്ടർ ഒരു 10-20 വർഷത്തോളം കൗൺസിലിംഗ് ഫീൽഡിലും ഇവിടെ വളരെ കപ്പിൾസിനെ കാണുകയും അവരുടെ കാര്യങ്ങൾ പരിഹാരം കാണാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നു. ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കൊണ്ടുള്ള ഈ ഡിവോഴ്സ് റേറ്റ് ഒക്കെ കുറയ്ക്കാൻ കഴിയുമോ, അതോ അതിനെന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ധാരാളം പേര് വിവാഹപൂർവ്വ കൗൺസിലിംഗ് വന്നിട്ട് വിവാഹം വേണ്ട എന്ന് വെച്ചാൽ ധാരാളം കേസുകളുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി ഞങ്ങൾ തമ്മിൽ ചേരത്തില്ല. അത് വിവാഹത്തിന് മുമ്പേ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതുകൊണ്ട് വിവാഹവും നടന്നില്ല, അവർ പിന്നീട് ഡിവോഴ്സ് എന്ന് പറഞ്ഞ കോംപ്ലിക്കേഷൻസിലേക്കൊന്നും പോയില്ല. അത് അവർ മനസ്സിലായി ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് അവരതിന് മുമ്പ് തന്നെ ചെക്ക് ചെയ്തു, തുറന്ന സംസാരത്തിൽ കൂടെ. രണ്ടുപേരും സന്തോഷത്തോടെ തീരുമാനിച്ചു വി ആർ നോട്ട് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ തമ്മിൽ കൂടണ്ടെന്ന് പറഞ്ഞ സന്തോഷത്തോടെ അത് ഒരു പ്രശ്നത്തിൽ പോകുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ മൈനർ കാര്യങ്ങളാണ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അത് എങ്ങനെ കോംപ്രമൈസ് ചെയ്യണമെന്ന് അവർ നേരത്തെ തന്നെ അത് ഒരുങ്ങും. അങ്ങനെ ഒരുങ്ങുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും വിവാഹത്തിലേക്ക് നല്ലപോലെ പ്രവേശിക്കാൻ പറ്റും. പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മുടെ കുടുംബജീവിതത്തെ ഏറ്റവും കൂടുതൽ അതിന് നമ്മളെ സഹായിക്കുന്നു. അന്യോന്യം കാര്യങ്ങൾ അറിയുവാൻ, അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ അറിയുവാൻ നമ്മളെ സഹായിക്കുന്നതെന്നാണ്. ഇന്നത്തെ തലമുറയിൽ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ പറ്റി എന്താണ് നമ്മുടെ വ്യൂവേഴ്സിനോട് ഡോക്ടർക്ക് പറയാനുള്ളത്? വിവാഹപൂർവ്വ ഒരുക്കം നിങ്ങളൊരു 20 വയസ്സ് തൊട്ടേ തുടങ്ങണം. നിങ്ങൾ ഏറ്റെടുക്കുന്ന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലൊന്നാണ് വിവാഹ ജീവിതം. ആ ജീവിതത്തിൽ എൻ്റെ ജീവിതം ആർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ആരുടെ ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വളരെ ചിന്തിച്ചെടുക്കേണ്ട ഒരു തീരുമാനം.
പക്ഷെ നമ്മൾ മേജർ തീരുമാനങ്ങളൊക്കെ വളരെ മൈനറായിട്ട് എടുത്ത് കളയും. എന്നിട്ട് മൈനർ കാര്യങ്ങളൊക്കെ വളരെ മേജർ എടുക്കും. വിവാഹത്തിൻ്റെ സദ്യ ആർക്ക് കൊടുക്കണം, തുണി എവിടെ നിന്ന് എടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ 6 മാസമൊക്കെ ധാരാളം പേരോട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് ഒരു വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നത്. അതേസമയം പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് മിക്കവാറും ഒരു ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ പോയി ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇത് മതിയെന്ന് പറയും. അങ്ങനെ ആഴ്ചയിൽ നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം ഈ ആളെൻ്റെ ജീവിതം പകുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് തീരുമാനിക്കുന്നത് വളരെ ഇൽകൺസിഡേർഡ് ആയിട്ടുള്ള തീരുമാനമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥിച്ച് തീരുമാനിച്ച് ദൈവഹിതം മനസ്സിലാക്കി വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. പ്രത്യേകിച്ച് റിവേഴ്സിബിൾ അല്ലാത്ത ഒരു തീരുമാനമായതുകൊണ്ട് വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഒരിക്കലും ഡിവോഴ്സിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അത് തലമുറകളുണ്ടെങ്കിൽ കുട്ടികൾക്കും നമുക്കും അത് വലിയ ആഴമായ മുറിവുകളുണ്ടാക്കും. ദൈവ വ്യവസ്ഥയുടെ ലംഘനവുമാണ്. അതിലേക്ക് പോകാതെ കഴിവതും ന്യായമായ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെയും ഈ കാര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളെല്ലാം ഈ സന്ദേശം സജ്ജമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം സംസാരിച്ച ഡോക്ടർ ജോൺ ജേക്കബിനുള്ള പ്രത്യേക നന്ദി ഫീബ റിയൽ ടോക്സിൻ്റെ പേരിൽ. തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങളിൽ അതിനു മുമ്പ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അന്യോന്യം അറിയുവാൻ, ആവശ്യങ്ങൾ അറിയുവാൻ, അവരുടെ നീഡ് അറിയുവാൻ, പിന്നീട് വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ അത് നമ്മെ സഹായിക്കുന്നു. നമുക്ക് പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ച് നമ്മളോട് തന്ന ഡോക്ടറിന് പ്രത്യേക നന്ദി. താങ്ക് യു സോ മച്ച്.